ധ്യാനിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് സിനിമയിലാണോ അവന്റെ ശരിക്കുള്ള ക്യാരക്ടറാണ്? ധ്യാനുള്ള ഒരു സിനിമയുടെ ഇന്റർവ്യൂ നോർമലി ധ്യാനിന് എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കും. ഞങ്ങൾ കട്ടൗട്ട് സിനിമയുടെ ഷൂട്ടിംഗ് കട്ടൗട്ട് ഉണ്ട് 1 മില്യൺ ആണെന്ന്. സിനിമയുടെ ഷൂട്ടിനല്ല, ഇന്റർവ്യൂവിന്റെ ഷൂട്ടിന് ക്ലാഷ് ഉണ്ട്. വീട്ടിൽ പോയി അവർ ഭയങ്കര അവർ ഞെട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ബീഫാണല്ലേ ആ മോനെ. അന്ന് ഞാൻ നടന്നൊന്നുമില്ല. അപ്പൊ വേണോ? ഞാൻ പിന്നെ വേണ്ടേ. അപ്പൊ അന്ന് അവിടെ ബ്രേക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാനിവിടെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ആ മൊത്തം ആ ചലച്ചിത്രമേളയിലെ ബെസ്റ്റ് ആക്ടർ ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ചുറ്റുമുള്ളവർക്ക് അത് വലിയ കാര്യമാണെന്ന് നിർബന്ധമില്ല. അത് കണ്ട് ആ ഒരു മാതൃക എടുത്തില്ലെങ്കിൽ നമ്മൾ പൊട്ടനായി പോലെ. സൂപ്പർ സ്റ്റാറിനോട് ഓക്കെ ആണോ നിങ്ങൾ എന്നാരും ചോദിക്കില്ലല്ലോ. എന്താ പ്രശ്നം? സൂപ്പർ സ്റ്റാർ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെമ്മീൻ വറുത്തിന്റെ മണോ. അപ്പൊ ഞാനും ലിറ്റിൽ എങ്ങനെ നിൽക്കും ചോദിച്ചാലോ. പിന്നെ അത് ശീലമായി, അവർക്കൊക്കെ മനസ്സിലായിട്ട് ഇപ്പൊ ഓരോ വീട്ടുകാർ നമുക്ക് ഓരോ ദിവസം ഓരോ കറി തരാൻ തുടങ്ങി. അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി അതിനെക്കാട്ടി നല്ല ഇത് കൊടുത്തേക്കുന്നുള്ള. ഇതാരാ അറിയില്ല സാറേ, കുറച്ച് ചോറ്. യെല്ലോ കളർ നടുക്ക് 2 വെട്ടും അവരെ നമ്മുടെ സിനിമ കണക്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നി? മനസ്സിലായ പോലെ ഇരിക്കാം. അത് ക്ലാപ്പ് ബോർഡ് അത് തന്നെ പോയി 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 അല്ല പറഞ്ഞതല്ല, അത് മനസ്സിലായി. കറക്റ്റാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഞാൻ വിചാരിച്ചപ്പോ ഇതിന്റെ വല്ല പ്രശ്നമാണ് വിചാരിച്ചത്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോ പേപ്പർ മടങ്ങി പോകുമ്പോ ഈ വർഷം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡയറക്ഷൻ തീരാനുള്ള സമയം കൊടുക്കും. ദൈവമേ തീർത്തിട്ട് വേണം എങ്ങനെ ചെലവാക്കാൻ. ആദ്യം എണ്ണാൻ കിട്ടട്ടെ. ഭയങ്കര സാറ്റലൈറ്റും ഡിജിറ്റലും റൈറ്റ്സും ഒക്കെ ഉള്ള ഒരു വലിയ സ്റ്റാറിനെ വെച്ചിട്ട് മരണമാസ് എന്ന് പറയുന്ന സിനിമ ചേച്ചി എന്റെ അടുത്ത് പോയി, താനിത് പൊട്ടണം, ഇത്ര നല്ല കറിയിലായിട്ട് ഭക്ഷണം ഉണ്ടായിട്ടാണ് ഇത് തന്നെ ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ബാക്കിൽ വേണോ ചോദിക്കുന്ന സമയത്ത് അസ്കർ പുറകിന്ന് ടേസ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തെ വർഷം കേക്ക് എടുക്കുമ്പോ കൈ കയറി പിടിക്കും. യാത്രകൾ കാഴ്ചപ്പാടുകൾ മാറ്റുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? സത്യം. അതിനോട് ഒരു കമന്റ് എന്താണ് ശരിക്കും പറഞ്ഞത്? അത് ശരിക്കും അത് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മള് അല്ലേ, കാരണം ഇപ്പൊ ഈ കാര്യം തന്നെ ശരിക്കും അവിടെ ഞാനന്ന് എപ്പോഴും ഞങ്ങൾ നടക്കാൻ പോകാറുണ്ട്. അന്ന് പോയില്ലെങ്കിൽ ആ നടന്നില്ലായിരുന്നെങ്കിൽ ആ വ്യൂ നമ്മൾ ജീവിതത്തിൽ കാണുകയില്ല. അങ്ങനത്തെ ഒരു ആ സമയത്ത് ആ ലൈറ്റിൽ അവിടെ അത് കാരണം അവിടെ ഒരു വീടില്ല, ഒന്നുമില്ല. കാരണം നടന്നു തന്നെ പോകണം, വണ്ടിയിൽ പോകാൻ പറ്റില്ല. ആ വ്യൂ നമുക്ക് റൂമിൽ ഇരുന്നാൽ കിട്ടില്ല. പിന്നെ അതിൻ്റെ എന്താ പറയുക, അത് കയറി ഇറങ്ങി തിരിച്ച് വരുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ, അത് കണ്ടേ അത് നിൽക്കും നമ്മൾ ഓർമ്മയിൽ. പിന്നെ അതുമല്ല, ഇത് ഇനി അടുത്തൊരു നടത്തത്തിനും അടുത്തൊരു ട്രാവലിനും ഇത് ഭയങ്കരമായിട്ട് നമുക്കൊരു പ്രചോദനം തന്നെയാണ്. ഇപ്പോൾ ഇനി അടുത്ത പടത്തിൽ ഇപ്പോൾ ടോയുടെ കൂടെ അല്ല വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ ആരുടെ കൂടെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ മുൻകൈ എടുത്തിട്ട് ഞാനത് ചെയ്തു കൊടുക്കും. കാരണം എനിക്ക് അങ്ങനത്തെ കുറെ മാറ്റങ്ങളാണ് എനിക്ക് ഈ ഫിലിമിലൂടെ വന്നിരിക്കുന്നത്. സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യല്ല, അവിടെ കുറച്ചൊന്നും താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് നാട്ടിലേക്ക് പോയാലും, അതായത് നമ്മുടെ ജില്ലയിൽ നിന്ന് വേറൊരു ജില്ല പോയാലും, അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് പോയാലും, വേറൊരു രാജ്യത്ത് പോയാലും, വേറൊരു കോണ്ടിനെന്റിൽ പോയാലും, നമ്മളവിടെ വെറുതെ ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ അവിടെ ആളുകൾ വരുന്ന ഒരു സാധാരണ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മളവിടെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസിലൊക്കെ ചെറിയൊരു ധാരണ കിട്ടും. പല കൾച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മൾ സിനിമയിലുള്ള കാരണം കൊണ്ടല്ലേ നമുക്ക് ഓരോ സ്ഥലത്തും കൂടി ജീവിക്കാൻ പറ്റുന്നത്. വിസിറ്റ് ചെയ്തിട്ട് വരുന്ന പോലെയല്ല, ഒരു മാസമൊക്കെ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ പുതിയ സുഹൃത്തുക്കളുണ്ടാവും, അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ഓരോ കഥകൾ പറയും. ചിലപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ യാത്രകൾ തീർച്ചയായിട്ടും ഇത്രയും കൾച്ചേഴ്സും ഇത്രയും സിനാരിയോസും കാണുമ്പോൾ അവരുടെ എക്സ്പീരിയൻസസ് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാറ്റം നമ്മളിൽ ഉണ്ടാവില്ലേ. എനിക്ക് പിന്നെ അതുപോലെ ഈ കുറച്ച് അധികം ദിവസങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ നേരത്ത് ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ അടുത്തുള്ള വീടുകൾ നോക്കും, പുകക്കൂല് വരുന്ന സ്മെല്ല്. ഞാൻ പോയി കറി എന്താണ് ഭക്ഷണം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ മിക്കപ്പോഴും അതാണ് എൻ്റെ മെയിൻ പരിപാടി. അടുത്തുള്ള വീടുകളും നമുക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടി അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഞാൻ തന്നെ ബിരിയാണി കൊണ്ടായിട്ടെന്ന് പറയുമ്പോൾ വേണോ ചോദിക്കുന്ന സമയത്ത് അസ്കർ പുറകിന്ന് ടേസ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തെ വർഷം കേക്ക് എടുക്കുമ്പോ കൈ കയറി പിടിക്കും. അല്ല, എനിക്ക് ഓർമ്മ പറഞ്ഞ മറ്റേ ആക്ഷൻ ഹീറോ പൂജയിലെ സീനാ. പുള്ളി എന്താ ഇവിടെ ഇച്ചിരി ചോറ്. ഇതാരാ അറിയില്ല സാറേ, കുറച്ച് ചോറ്. ഞാൻ അങ്ങനെ വീട്ടിൽ പോയി അവർ ഭയങ്കര അവർ ഞെട്ടിയിട്ടുണ്ടോ? പ്രതീക്ഷിക്കില്ലല്ലോ ആക്ടർ വന്നിട്ട്. അല്ല, നമ്മള് ഒരു 2 ദിവസം ഇപ്പൊ കുമ്പളിങ്ങിനാഴ്ചയൊക്കെ ചെയ്യാൻ നേരത്ത് അത് തുരുത്തുകളാണല്ലോ, അവരപ്പോൾ അവിടുത്തെ ചേച്ചിമാരാണ് വലയെറിയുന്നത് തന്നെ. അപ്പൊ തുരുത്തിലുള്ള കുഞ്ഞു ആ ഒറ്റ വലയെറി തന്നെ പല പല മീനുകളാണ് കിട്ടുന്നത്. അതിൽ ചെമ്മീനുണ്ടാവാം, മറ്റേ പിലോപ്പി ഉണ്ടാവും, പല പല മീനുണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ആ ഒറ്റ കറിയായിട്ടാണ് അവർ വെക്കുന്നത്. അത് ഒരു കടയിൽ കിട്ടില്ല.
എന്നിട്ട് അത്രയും ഫ്ലേവേഴ്സിന്റെ മിക്സ് അല്ലേ? ഫുൾ മിക്സ് ആണ്. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കയറുന്നുണ്ട് ഉച്ചക്ക്. നമ്മൾ ആ കയറി അവിടെ കൊടുത്തിട്ട് നമുക്ക് സ്ഥിരമായിട്ട് എനിക്ക് ആ ചേച്ചിരുന്ന ഭക്ഷണം പോയി. ചേച്ചി എൻ്റെ അടുത്ത് പോയി, താനിത് പൊട്ടണം, ഇത്ര നല്ല കറിയുണ്ടായിട്ട് ഭക്ഷണം ഉണ്ടായിട്ടാണ് ഇത് തന്നെ. പക്ഷെ അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ടും ഈ ടേസ്റ്റ് അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് അവർക്കും അത് മനസ്സിലാവാത്തത്. എവിടെ പോയാലും ഇപ്പം അങ്ങനെ തന്നെയാണ്. ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ റോഡ് മറ്റേ ബ്ലോക്ക് ചെയ്ത് നിർത്തില്ല. അവിടെ ആ റോട്ടിൽ താരം വരാൻ നോക്കട്ടെന്ന് പറയും. എന്നിട്ട് ഫ്രെയിമിൽ ഔട്ട് നിൽക്കണം. ഇതിപ്പോൾ എസ് ആണ്, ഇപ്പോൾ കഴിഞ്ഞോ ഇല്ലെന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ നിൽക്കടുത്തൊരു വീടിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അവിടെ നല്ല മുളവില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, ഇന്നോട് ബീഫാണല്ലേ? ആ മോനെ. അപ്പം അന്ന് ഞാൻ നടനൊന്നുമില്ല. അപ്പം വേണോ? ഞാൻ പിന്നെ വേണ്ടേ. അപ്പം അന്ന് അവിടെ ബ്രേക്ക് വന്നിട്ടുണ്ടാവും, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ആൾ വന്നിട്ട് അവിടെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് ഞാനിവിടെ കഴിച്ചു കഴിഞ്ഞ്. അങ്ങനെ കുറേ നമ്മളേട്ടനൊക്കെ സ്ഥിരമായിട്ട് അറിയാം. ഇപ്പോൾ പറവക്കാണെങ്കിലും കൊച്ചി ആയതുകൊണ്ട് മട്ടാഞ്ചേരിയിലായിരുന്നല്ലോ ഷൂട്ട്. രാവിലെ എന്ന് വെച്ചിട്ട് കൊച്ചിക്കാർക്കാണ് ഫ്രഷ് മീനും കറി കിട്ടുമല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മോർണിംഗ് 7-8 മണിക്കത്തെ ഷോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ വീടുകൾ ഇങ്ങനെ നിരന്നിരിക്കണമല്ലോ. എല്ലാ വീട്ടിലും പല പല മണമാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെമ്മീൻ വറുത്തതിൻ്റെ മണമാണ്. അപ്പോൾ ഞാനും ലിറ്റിലുണ്ടല്ലോ ക്യാമറ, ഇങ്ങനെ നിൽക്കും ചോദിച്ചാലോ. പിന്നെ അത് ശീലമായി, അവർക്കൊക്കെ മനസ്സിലായിട്ട്. ഇപ്പോൾ ഓരോ വീട്ടുകാരും നമുക്ക് ഓരോ ദിവസം ഓരോ കറികൾ തരാൻ തുടങ്ങി. അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി അതിനെക്കാട്ടി നല്ല ഇത് കൊടുത്തേക്കുന്നുള്ള. അങ്ങനെ ഇപ്പോൾ നടികരനാണെങ്കിൽ പോലും നമ്മളെ മാക്സിമം അതിൻ്റെ അടുത്തുള്ള ഹോട്ടൽസ് ഏതാണ്, അതിൽ ഏതാണ് നല്ലത് കഴിച്ചു നോക്കി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് പിടിക്കാം. ഓരോ ദിവസം ഓരോ ഇവന്റ് ആണ്. ബീഫ് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കല്ല പറയണേ, പല പല സ്ഥലത്തും നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ. രസമാണ്, എല്ലാത്തിനും കമ്പനി ഉള്ളതുകൊണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിയും ഭയങ്കര ഫണ്ണും ആയിരുന്നു ഷൂട്ട്. മൊത്തത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. അത് എനിക്കിപ്പോൾ നിങ്ങളുടെ സംസാരത്തിന് എനിക്കത് ആ ഫീൽ കിട്ടുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്താണ് സിനിമ ചെയ്തതെന്ന്. നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായ ഒരു ബാല്യമാണോ ഡേവിഡ് പടിക്കലിനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്? ബാല്യം തീർച്ചയായിട്ടും നമ്മളെ ഫസ്റ്റ് സോങ് ഒരെണ്ണം ഡേവിഡിന്റെ ഒറിജിൻ സ്റ്റോറിയിൽ പറയുന്ന പോലെ. അതുകൊണ്ട് ചുറ്റും ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഡേവിഡ് പടിക്കൽ ഈ പടം തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഒറ്റപ്പെടലുണ്ട് പുള്ളിക്ക്. അങ്ങനെയാണ് നമ്മൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിയേക്കുന്നത്. ചുറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ സുഖമാണോ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരാളില്ല. പുള്ളി അത് പുറത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളി ഒരു സൂപ്പർ സ്റ്റാറിനോട് ഓക്കെ ആണോ നിങ്ങൾ എന്നാരും ചോദിക്കില്ലല്ലോ, അവർ ഓക്കെ ആയിരിക്കുമല്ലോ, സൂപ്പർ സ്റ്റാർ അല്ലേ. അങ്ങനെ ആണ് നമ്മൾ ആ സീനുകളിലൊക്കെ ഇയാളാണ് എന്താ പ്രശ്നം, സൂപ്പർ എല്ലാവരും ചിന്ത അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അവര് ഈ പുറത്തുള്ള ആൾക്കാർക്കല്ലേ സൂപ്പർ സ്റ്റാർ, അയാളല്ലേ. മറ്റാർക്കും അറിയാത്ത അയാളുടെ പ്രശ്നങ്ങളും അയാളുടെ കുറവുകളും അയാളുടെ കഴിവുകളും എല്ലാം അറിയുന്ന ആളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ആളോട് ഇപ്പൊ എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ എന്നോട് എടാ ഓക്കെ അല്ലേ നീ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് എല്ലാവരോടും അങ്ങനെ ചോദിച്ചോളന്നില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഒരു വലിയൊരു സ്റ്റാറിനോട് ഞാൻ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കില്ലല്ലോ, ബിഗ് ഫാൻ എന്ന് പറയല്ലേ ഉള്ളൂ. നല്ല ഹോട്ടലിൽ അടുത്തൊരു ആളത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചു ഒന്നും കഴിക്കില്ലല്ലോ അയാൾ ഹോട്ടലിൽ. അവിടെ ഫുഡിന്റെ പോവാ വിശക്കുന്നുണ്ട് സത്യമായിട്ട്. ഈ ടോവിയുടെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അദൃശ്യജാലകങ്ങൾ വരുന്നു, വഴക്ക് വരുന്നു, ഇതേ സമയം തന്നെ ടോവി ഇപ്പറ നടികർ ചെയ്യുന്നു, ARM ചെയ്യുന്നു. ഈ രണ്ടിൻ്റെ ഒരു ബാലൻസിങ് എങ്ങനെയാണ്? ഇത് ബോധപൂർവമായിട്ടൊരു സെലക്ഷൻ പ്രൊസീജിയറാണോ? ഉറപ്പായിട്ടും അതെ, അത് രണ്ടും വേണ്ട. ഇതിപ്പോൾ ഞാനായിട്ട് പുതിയതായിട്ട് കോയിൻ ചെയ്തെടുത്തൊരു സിസ്റ്റം ഒന്നും അല്ലത്, ഇത് ശരിക്കും ഉള്ളതാ. ഇത് കാലങ്ങളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സദയവും ദേവാസുരും ഒരാൾ തന്നെയല്ലേ ചെയ്തേക്കണത്. അതുപോലെ തന്നെയല്ലേ ധ്രുവവും പൊന്തമ്പാടിയൊക്കെ ചെയ്തേക്കണ ഒരാൾ തന്നെയല്ലേ. നമ്മൾ അവിടെ നിന്നാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ മാതൃക എടുക്കുന്നു. ഇത് ഞാൻ ഈ രണ്ടുപേരുടെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ആയിരുന്നു ഇവിടുത്തെ ടോപ്പായിട്ടുള്ള മലയാളത്തിലായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല ആക്ടേഴ്സ്, ഏറ്റവും നല്ല സ്റ്റാറുകൾ, ഏറ്റവും വലിയ സ്റ്റാറുകൾ കൂടെ ആയിട്ടുള്ളത് മലയാളത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് ആ ഒരു മാതൃക എടുത്തില്ലെങ്കിൽ നമ്മൾ പൊട്ടനായി പോവില്ലേ? ഇത്രയും നല്ല മാതൃക നമ്മൾ മുന്നിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ എന്നെ ഞാനാണെങ്കിലും സിനിമയിൽ വരുന്ന സമയത്തും എനിക്കിഷ്ടമുള്ള പോലെ സിനിമകൾ ചെയ്യണം. പലതരം ഓഡിയൻസ് ഉണ്ട്, പലതരം ഓഡിയൻസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പലതരം സിനിമകൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ അദൃശ്യജാലങ്ങൾ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ട് എത്തുന്ന ഓഡിയൻസിലേക്ക് എനിക്ക് ഒരുപക്ഷെ നടികരോ 2018 തല്ലുമാലയോ ചെയ്താൽ എത്താൻ പറ്റില്ലായിരിക്കും. എന്നാൽ ഈ തല്ലുമാല ചെയ്യുമ്പോൾ ഞാൻ എത്തുന്ന ഓഡിയൻസിലേക്ക് എനിക്ക് അദൃശ്യജാലങ്ങൾ വഴി എത്താൻ പറ്റില്ലായിരിക്കും. അപ്പം ഞാൻ
പലതരം സിനിമകൾ എൻ്റെ ഒരു ഫിൽമോഗ്രഫിയുടെ ഭാഗമാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് കാരണം കുറേ ഓഡിയൻസിലേക്ക് എത്തുകയും വേണം. ഞാനും പഠിക്കുകയല്ലേ പലതരം സിനിമകൾ ചെയ്യുന്ന സമയത്ത്. ഓരോ ഓരോ കൈൻഡ് ഓഫ് സിനിമയിലും ഓരോ ഡയറക്ടറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴും ഓരോ ക്രൂവിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടെയൊക്കെ വർക്കിംഗ് സ്റ്റൈലിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ബേസിക്കലി സെയിം ആയിരിക്കുന്നുണ്ടെങ്കിലും പ്രോസസ്സ് സെയിം ആണെങ്കിലും വർക്കിംഗ് സ്റ്റൈലിൽ വ്യത്യാസം ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ പെർഫോമൻസസിൽ മാത്രമല്ല ആൾക്കാരോട് ഇടപഴകുന്ന രീതിയിലും നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു അത്രയൊന്നും കൊമേഴ്ഷ്യൽ അല്ലാത്ത ഒരു സിനിമ ചെയ്യണമെങ്കിൽ പോലും ആ സിനിമയ്ക്കും സാമ്പത്തിക ചിലവുണ്ട്. അത് മീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടായിട്ടൊരു ബാങ്കബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നിന്നെടുത്ത് അവിടേക്ക് ഇടുക, അവിടെ നിന്നെടുത്ത് ഇവിടേക്ക് ഇടുക എന്ന് പറയുന്ന പോലെ ഒരു രണ്ടും വേണം. എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ ഒരു സർക്കിളിൽ നമുക്ക് അംഗീകാരം കിട്ടുന്നതും അതിനേക്കാൾ ഒരു അക്കാഡമിക് സർക്കിളിൽ നമുക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടും വേണം നമുക്ക്. ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സമാധാനമുള്ള കാര്യമാണ്, ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. അതേപോലെ തന്നെ സാറ്റിസ്ഫൈയിങ് ആണ് നമ്മളുടെ രാജ്യത്തിനും അപ്പുറത്ത് വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ നമ്മളെ ആർക്കും അറിയാൻ പാടില്ല. ഏതെങ്കിലും ഒരു ചാനൽ നമ്മളവിടെ പോയതുകൊണ്ട് നമുക്ക് തരുന്ന അവാർഡല്ല, അവിടെ നിന്നൊരു ഇൻ്റർനാഷണൽ അവാർഡ്. എനിക്കത് അദൃശ്യജാലങ്ങൾ കൊണ്ടാണ് എനിക്ക് ഫാൻറ്റപ്പോർട്ടോ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത്. ആ ഫെസ്റ്റിവലിൻ്റെ സംഘാടകരെയോ അവിടെ വന്നിരിക്കുന്നത് എത്രയോ 42 രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളാണ്. അതിൽ ഒരു സിനിമയിൽ അഭിനയിച്ച ആളാണ് ഞാൻ ആ മൊത്തം ആ ചലച്ചിത്രമേളയിലെ ബെസ്റ്റ് ആക്ടർ ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ചുറ്റുമുള്ളവർക്ക് അത് വലിയ കാര്യമാവണമെന്ന് നിർബന്ധമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതിൽ ആ സിനിമ 1000 കോടിയോ 2000 കോടിയോ ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. ആ സിനിമയുടെ പർപ്പസ് അതല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. നമ്മളിതിൻ്റെ ട്രെയിലറിൻ്റെ താഴെ കുറേ കമൻറ്റ്സ് വന്നതാണ്. ഒരു 35 ടീച്ചറിൻ്റെ താഴെ 35 സെക്കൻഡ്സ് ഡോട്ട് ചെയ്തിട്ട് ബോസ് എൻട്രി എന്നും പറഞ്ഞിട്ട് ധ്യാനിന്റെ ഒരു എൻട്രി ഒരുപാട് ആ ടൈം. ഈ ധ്യാനിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ശരി? കാരണം ശരിക്കും പറഞ്ഞ ഈ ശരിക്കും പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ധ്യാനായിട്ട് തന്നെയാണോ എന്റെ സിനിമ തുലയ്ക്കാൻ വേണ്ടിയാണോ? മറ്റേ മൊബൈൽ എടുത്തിട്ട് ക്ലാസ്സിലേക്ക് ഇട്ട ഷോട്ടില് ധ്യാനിവാസൻ എന്നാണ് എഴുതി വെച്ചേക്കണത്, സേവ് ചെയ്തേക്കണത്. അതായത് അതും ആ സീനിലും ധ്യാൻ തന്നെയാണ് വിളിക്കുന്നത്. ഒരു ഡയറക്ടറാണ്, ഡേവിഡ് പടിക്കലിനെ വെച്ചൊരു സിനിമ ചെയ്തൊരു ഡയറക്ടറാണ്. അതാണ് എന്റെ സിനിമ തുലയ്ക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ ധ്യാനിന്റെ എക്സ്റ്റെൻഡഡ് കാമിയോ ആണ്. ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല, കോമ്പിനേഷൻ സീൻസ് ഇല്ല. ഒരു എക്സ്റ്റെൻഡഡ് കാമിയോ ആണ് ധ്യാന്റെ. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ആ സീൻ കണ്ടു. നല്ല രസമായിട്ടാണ് ചെയ്തത്. നമ്മൾ ഫിലിം തുടങ്ങുമ്പോൾ ഫിലിമിനെക്കാട്ടി മുമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിലിമാണ്. അതിന്റെ എഡിറ്റിംഗ് ടേബിളാണ്. ഓ അങ്ങനെയാണ്. നിങ്ങൾക്ക് കോമ്പിനേഷൻ പരിപാടികളൊന്നും ഇല്ല. സാധാരണ ധ്യാനുള്ള ഒരു സിനിമയുടെ ഇന്റർവ്യൂ നോർമലി ധ്യാനിനെ എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പുറത്ത് പടം പ്രമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കട്ടൗട്ട് സിനിമയുടെ ഷൂട്ടിംഗ് കട്ടൗട്ട് ഉണ്ട് 1 മില്യൺ ആണെന്ന്. അതല്ല, അതാ പറഞ്ഞത്, സിനിമയുടെ ഷൂട്ടിനല്ല ഇന്റർവ്യൂവിന്റെ ഷൂട്ടിന് ക്ലാഷ് ഉണ്ട്. അത് തമാശ റോളാണെങ്കിലും ഇന്റർവ്യൂവിന് വിളിക്കണമെന്നുള്ള സീനാണ്. കാരണം അതിന്റെ കൂടെ നമുക്ക് അങ്ങോട്ട് അങ്ങ് പൊക്കോളത്തൊക്കെ. നമുക്ക് ഇതിന്റെ 1-2 ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കാം. ഭാവനയുടെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിൽ ഡേവിഡ് പടിക്കലിന്റെ ആദ്യ നായിക ആണ്. ഡേവിഡ് പടിക്കലിന്റെ കാമുകിയും സുഹൃത്തും ഒക്കെയാണ് അത്. പക്ഷെ പടം തുടങ്ങുമ്പോഴത്തേക്കും അതൊക്കെ പാസ്റ്റിലാണ്, എക്സ് ആണ്. അതും ഇവന്റെ കയ്യിലിരിപ്പിൻ്റെ ഒക്കെ തന്നെയാണ്. പക്ഷെ സ്റ്റിൽ ദേ ആർ ഇൻ വെരി ഗുഡ് ടേംസ്. വെരി ഗുഡ് ടേംസ് എന്ന് പറയാൻ പറ്റില്ല, ടോക്കിംഗ് ടേംസിലാണ്. ഇവനിപ്പോഴും ഒരു സങ്കടം വന്നാൽ വിളിച്ച് ആത്മാർത്ഥമായിട്ട് സംസാരിക്കാവുന്ന അത്രയും വൾണറബിൾ ആവുന്ന ഒരേ ഒരാള് എക്സ് ഗേൾ ഫ്രണ്ടാണ്. ഈ കൂടെയുള്ള അവനെ പാമ്പർ ചെയ്ത് നടക്കുന്ന ആരെക്കാളും ഇവൻ വൾണറബിൾ ആവുന്നത് ഒരുപക്ഷെ ഒന്ന് വിളിച്ച് കരയുന്നത് ചിലപ്പോൾ അങ്ങനത്തെ റിലേഷൻഷിപ്പാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവർ തമ്മിലിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇല്ല, പക്ഷേ ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ ആൻഡ് ഔട്ട് അറിയാം. അത് കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും കുറ്റം പറയാനും എന്നാൽ വല്ലപ്പോഴും ഉപദേശിക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പം ഈ നടികരുടെ ടൈറ്റിൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുൻപും സിനിമ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു പേരിൻ്റെ ടൈറ്റിൽ ഡിസൈൻ പലരും കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അടുത്ത് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ ഹോട്ട്സ്റ്റാറിലൊരു വെബ് സീരീസ് വരുന്നുണ്ട്, ഒരു സീരീസ് വന്നിട്ടുണ്ട്. ഈ യെല്ലോ കളർ നടുക്ക് 2 വെട്ടും വരെ. അത് നമ്മുടെ സിനിമ കണക്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്.
മനസ്സിലായ പോലെ ഇരിക്കാം. ആ ഞാൻ പറഞ്ഞ പോയി അല്ല പറഞ്ഞു അല്ല, അത് മനസ്സിലായി. കറക്റ്റാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കറക്റ്റാണ്. പിന്നെ അടുത്ത ചോദിച്ചിരിക്കുക അത് ചോദിക്കും. അല്ല, ഞാൻ പറഞ്ഞ ഇതിപ്പം ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെയിം പാറ്റേൺ സിനിമ കണക്ട് ചെയ്തിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു പലതിനും ഇതേ പാറ്റേൺ ഡിസൈൻ പിടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ക്ലാപ്പ് ബോർഡിന്റെ ആണോ എനിക്കറിയില്ല. ഇത് നമ്മള് പോയി ഡിസൈനറോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? അത് ക്ലാപ്പ് ബോർഡ് അത് തന്നെ അതായിരിക്കും ചിലപ്പോ. അതാണ് സാർ, ഞാൻ വിചാരിച്ചു പ്രിന്റിന്റെ വല്ല പ്രശ്നമാണ് വിചാരിച്ചത്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോ പേപ്പർ മടങ്ങി പോകുമ്പോ ഫ്ലെക്സിന് എന്തോ പ്രശ്നമാണെന്നൊക്കെ. അല്ല, നേരത്തെ എല്ലാത്തിലും തന്നെയല്ലേ. അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് ജീനും. ആ ഇതിന്റെ ഒരു പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ വന്നപ്പോൾ വിഷമം ഉണ്ടായിരുന്നു ശരിക്കും. കാരണം ഇപ്പോഴും പറയുമ്പോൾ പെട്ടെന്ന് എന്റെ വായിലേക്ക് ആദ്യം വേണം നടികർ തിലകം തന്നെയാ വരുന്നത്. അത് വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം പുള്ളി ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിച്ചത് എങ്ങനെയാ, അതായത് ഇപ്പൊ നടികരാണെന്ന് നിങ്ങളൊക്കെ നാളെ നടികർ തിലകങ്ങളാവട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടാണ് പോയേക്കാൻ. അത് പക്ഷെ വളരെ മാന്യമായിട്ടും വളരെ ജെന്യുവനായിട്ടുമാണ് അങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതും നമുക്കത് ശരിയാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ആള് അവസാനത്തിൽ എന്താവുന്നൊന്നുമല്ല, തുടക്കത്തിൽ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാണ് അവർക്കത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നടികർ തിലകം എന്ന് പറയുന്ന ഒരാൾ അത് ശ്രീ ശിവാജി ഗണേശൻ അദ്ദേഹം മാത്രമാണ്. പിന്നെ സിനിമയുടെ സിനിമ ആയതുകൊണ്ട് തന്നെ അതിനും അപ്പോൾ അത് കാരണം കൊണ്ട് അത് വളരെ ന്യായമായിട്ടുള്ള മാന്യമായിട്ടുള്ള ആവശ്യമായിരുന്നു. നമുക്കതിൽ പുള്ളി അതിനുവേണ്ടി ഇവിടെ വരെ വരികയും അതൊരു ഫംഗ്ഷനായിട്ട് വെച്ച് നമുക്കത് അനൗൺസ് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ അത് അല്ല നമുക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. സന്തോഷം തന്നെയുള്ളൂ നമുക്ക്. അതെ അതെ, കുറച്ചും കൂടി അത് നന്നായിട്ടേ ഉള്ളൂ. നമുക്ക് ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഈ ടീസറിലും നമ്മൾ കാണുകയുണ്ടായി, ഇതുപോലുള്ള ഓൾഡ് സ്കൂൾ മേക്കേഴ്സിൻ്റെ സിനിമകൾ കമ്മിറ്റ് ചെയ്യേണ്ട. അങ്ങനെ ഉണ്ടോ ശരിക്കും സിനിമയിൽ? ആ ക്യാരക്ടറിന്റെ പക്വതക്കുറവാണ്. അതാ ഈ കാര്യം പറയുന്നത് ഏത് പോയിന്റിലാണ് നമ്മൾ ആലോചിക്കണം സിനിമയിൽ. അത് പറയുന്നതിന് പ്രത്യേക ഒരു ഇൻസിഡന്റിന് ശേഷമാണ് പറയുന്നത്. ചോദിച്ചു മേടിച്ച സിനിമയാണത്. എന്നിട്ട് ഇത് പറയുന്നത് പക്ഷെ അതിന്റെ ഈ പടത്തിന്റെ ഏറ്റവും ടോട്ടാലിറ്റിയിൽ അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അത് അപ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണത വരുന്നത്. അതിന് കുറച്ചും കൂടി ചെറിയ കാര്യമല്ല, ബഹുമാനവും ഏറ്റവും അവസാനം മനസ്സിലാവും. ഓക്കെ, പറവ ഫിലിംസിന്റെ അടുത്തൊരു സിനിമ ഏതായിരിക്കും? ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഈ വർഷം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡയറക്ഷൻ സമയം കൊടുക്കും. 2 മിഷൻ മേടിച്ചിട്ടുണ്ട്. ദൈവമേ, ആദ്യം എണ്ണാൻ കിട്ടട്ടെ. ആദ്യം എണ്ണാൻ കിട്ടട്ടെ. ഉണ്ടാവും എന്തായാലും ഈ വർഷം വെച്ചൊരു പടം ചെയ്തിട്ട് അതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണ്? അതിന് കുറച്ചൊന്ന് മാറ്റി അത് പൂർണ്ണമായിട്ടും പടം മാറ്റിയിട്ടില്ല. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാൻ വെച്ചാൽ എൻ്റെ ജോണർ അങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുത്തിട്ട് ചെയ്യാൻ വിചാരിച്ച്. എന്തായാലും ആ പ്ലാനിങ്ങും ഉണ്ട്, വേറൊരു പ്ലാനും ഉണ്ട്. അത് ഈ വർഷം അവസാനം എന്തായാലും ചെറിയൊരു പ്രൊഡക്ഷൻ പരിപാടി ഉണ്ടാവും. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് ഉണ്ട്. അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ എന്താണ്? ഏതാണ് അടുത്ത സിനിമകൾ? എന്താണ് പ്ലാനിങ്? ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ് ചെയ്തേക്കുന്നത് വഴക്ക്, പിന്നെ അദൃശ്യജാലകങ്ങൾ തുടങ്ങിയിട്ടുള്ള കള തുടങ്ങിയുള്ള സിനിമകളാണ്. ഞങ്ങൾ ഭയങ്കര മാർക്കറ്റ് വാല്യൂ ഉള്ള, ഭയങ്കര സാറ്റലൈറ്റും ഡിജിറ്റലും റൈറ്റ്സും ഒക്കെ ഉള്ള ഒരു വലിയ സ്റ്റാറിനെ വെച്ചിട്ട് മരണമാസ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നുണ്ട്. ബേസിൽ, രാജേഷ് മാധവൻ, സിജു അഭിനയിക്കുന്നുണ്ട്, സുരേഷ് ഏട്ടനുണ്ട് അതിനകത്ത്. അങ്ങനെ അതൊരു ഫൺ പടമായിരിക്കും. അത് ശിവപ്രസാദാണ് ഡയറക്ട് ചെയ്യുന്നത്. ശിവപ്രസാദ് മിന്നലിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ പടമാണ് അടുത്ത പ്രൊഡക്ഷൻ. ഗസ്റ്റ് റോൾ ഉണ്ടാവും അല്ലേ? വേണോ? നമ്മളുള്ള കാര്യം പറയണ്ട. ഞാനും കയറി കിട്ടിയല്ലോ. മറ്റേ പറയണ്ട, ബോളിവുഡ് സമയത്ത് പറയാം. ഓക്കെ, അപ്പോ നടികർ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ആശംസകളും. നിങ്ങളെല്ലാവരും തൊടുന്നതെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്. തിരിച്ചും താങ്ക് യു.